സമ്പാദിച്ച പണത്തിന്റെ വലിയൊരു പങ്ക് സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം തിരികെ നൽകി. ബംബാലിയിൽ ഏകദേശം 2,50,000 യൂറോ ചെലവിൽ ഒരു ഹൈസ്കൂൾ നിർമ്മിച്ചു. ഏകദേശം 5 ലക്ഷം യൂറോ ചെലവിൽ ഒരു ആശുപത്രിയും അദ്ദേഹം തന്റെ ഗ്രാമത്തിൽ നിർമ്മിച്ചു. COVID-19 കാലത്ത് സെനഗലിനായി നിരവധി സഹായങ്ങൾ അയാൾ നൽകി. ഗ്രാമത്തിൽ 4G ഇന്റർനെറ്റ്, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ, പോസ്റ്റ് ഓഫീസ്, പെട്രോൾ സ്റ്റേഷൻ എന്നിവ സ്ഥാപിക്കുന്നതിലും സാദിയോ സാമ്പത്തിക പിന്തുണ നൽകി. ഗ്രാമത്തിലെ കുടുംബങ്ങൾക്ക് പ്രതിമാസ ധനസഹായ പദ്ധതികളും ആരംഭിച്ചു. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു ഫുട്ബോളർ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തു. പട്ടിണിയിൽ നിന്നും പ്രീമിയർ ലീഗ് കിരീടത്തിലേക്ക് എത്തിയ ഒരു ജീവിതത്തെ നിങ്ങൾ ഏത് ഇതിഹാസങ്ങളോടൊപ്പം വായിക്കും? ഒരു ദിവസം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ കയ്യിലെ പൊട്ടിയ മൊബൈൽ ഫോൺ ശ്രദ്ധിച്ചു. കോടികൾ സമ്പാദിക്കുന്ന ഒരു താരത്തിന് ഒരു പുതിയ ഫോൺ വാങ്ങാൻ കഴിയാത്തതല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നും ലോകം ഓർക്കുന്നു. ഈ ഫോൺ മാറ്റുന്നതിലും എനിക്ക് എന്റെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ പണിയുന്നതാണ് പ്രധാനം. ആ വാചകം ഒരു മറുപടി ആയിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ജീവിത തത്വമായിരുന്നു. വിജയം ലഭിച്ച ശേഷം പലരും സ്വന്തം തുടക്കം മറക്കും. എന്നാൽ സാദിയോ മാനെ തന്റെ തുടക്കം ഒരിക്കലും മറന്നില്ല. അയാൾ ആദ്യമായി ബൂട്ട് കിട്ടിയ കാലവും മറന്നില്ല. സ്വന്തം മനുഷ്യരെ തിരിഞ്ഞു നോക്കാൻ ഒരു കാലത്തും മറന്നില്ല. സ്കൂളുകളും ആരോഗ്യ സൗകര്യങ്ങളും സമൂഹത്തിനുള്ള സഹായങ്ങളും, അങ്ങനെ അദ്ദേഹത്തിന്റെ സമ്പത്ത് വ്യക്തിപരമായ ആഡംബരത്തിനേക്കാൾ തന്റെ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് എത്തിയത്. ഈ വേൾഡ് കപ്പിലും സ്വന്തം രാജ്യത്ത് നിന്ന് സാമ്പത്തിക സഹായമില്ലാതെ സ്വന്തം ചെലവിലാണ് സെനഗൽ താരങ്ങൾ മത്സരിക്കുന്നത്. അതിലും ഏറ്റവും വലുത് സാദിയോ മാനെയുടെ സാമ്പത്തിക പിന്തുണയാണ്. അയാളുടെ ജീവിതം കാൽപന്തിലെ ഏത് ഇതിഹാസങ്ങളെക്കാളും വലിയ മൂല്യമുള്ള പാഠപുസ്തകമാണ്. അതിന്റെ ഉള്ളടക്കം വിശന്നിരിക്കുന്നവൻ ഇറങ്ങി തിരിച്ചാൽ ലോകം തന്നെ കീഴടക്കാം എന്നതാണ്.